മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകിയ തിരുവമ്പാടി സീറ്റിൽ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി മത്സരിക്കും. MK മുനീർ കോഴിക്കോട് സൗത്തിലേക്ക് മാറുന്ന ഒഴിവിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൊടുവള്ളിയിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലീഗ് സീറ്റായ കുന്നമംഗലത്ത് സസ്പെൻസ് തുടരുകയാണ്. ഏലത്തൂരിൽ സ്ഥാനാർത്ഥിയായി മന്ത്രി AK ശശീന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ആലോചനയിലാണ് മുക്കം മുഹമ്മദ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോഴിക്കോട് ഇപ്പോൾ ഈ NCPയിലെ തർക്കം അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. മുക്കം മുഹമ്മദ് പരസ്യമായി തന്നെ ശശീന്ദ്രനെതിരെ രംഗത്തുന്നൊരു പശ്ചാത്തലമുണ്ട്. തൻ്റെ പേരാണോ പ്രശ്നമെന്നുള്ള ചോദ്യം മുക്കം മുഹമ്മദ് ചോദിക്കുന്നത് ഒരു സൂചനയാണ്. സംശയമില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ മത്സരിച്ചേക്കാമെന്നാണ്. ഒപ്പം കോഴിക്കോട് ജില്ലയിലെ മറ്റ് മുന്നണികളുടെ സീറ്റ് മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്? കാര്യമായ ആലോചനകളില്ലാതെ ഇടതുമുന്നണിക്ക് കോഴിക്കോട് ജില്ലയിൽ സീറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ CPM സീറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് മുന്നണിക്ക് ആശ്വാസം നൽകിയത്. ഒപ്പം CPI സീറ്റിലും കാര്യമായ തർക്കങ്ങളില്ലാതെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ എലത്തൂരിൽ ഇടതുമുന്നണിക്ക് ഏതാണ്ട് ഉറച്ച സീറ്റ് എന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ എലത്തൂർ സീറ്റിലാണ് ഇപ്പോഴും അസ്വാരസ്യങ്ങൾ തുടരുന്നത്. ജില്ലാ ഘടകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുക്കം മുഹമ്മദിനൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേക തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ വിളിച്ചു ചേർത്തു. ഒപ്പം കേന്ദ്ര നേതൃത്വത്തിന് പ്രമേയം പാസാക്കി അയക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇവിടെ മത്സരിക്കുന്ന എലത്തൂരിൽ AK ശശീന്ദ്രനാണ് മന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി പുതിയൊരാൾക്ക് അവസരം നൽകണമെന്ന ആവശ്യമാണ് പ്രമേയത്തിലൂടെ ഉന്നയിക്കപ്പെട്ടത്. ഒപ്പം ഇന്നലെ നടന്ന പ്രവർത്തക കൺവെൻഷനും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അവിടെയാണ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പേരാണോ പ്രശ്നമെന്ന ചോദ്യം പരസ്യമായി തന്നെ ഉന്നയിച്ച് മുക്കം മുഹമ്മദ് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടത്. പക്ഷേ പ്രവർത്തക കൺവെൻഷൻ ചേർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര നേതൃത്വം AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും അതൃപ്തി വിമത വിഭാഗത്തിനുള്ളിൽ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുക്കം മുഹമ്മദുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും ഈ എലത്തൂരിൽ മത്സരിക്കുന്നതിനടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി അല്ലെങ്കിൽ പഠിക്കുന്നതിനായി 2 സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം മത്സരിച്ചാൽ ഉണ്ടാവുക. കാരണം ഇടതുപക്ഷത്തിന്റെ ജില്ലാ കൺവീനറാണ് മുക്കം മുഹമ്മദ് എന്ന NCPയുടെ ജില്ലാ അധ്യക്ഷൻ. അദ്ദേഹം തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ഒരു അസ്വാരസ്യങ്ങൾ അത് മുന്നണിയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങും എന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും പാർട്ടി അല്ലെങ്കിൽ CPM ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സമവായ നീക്കങ്ങൾ ഫലം കണ്ടാൽ അദ്ദേഹം മത്സരിക്കില്ല, മറിച്ചാണ് അദ്ദേഹം ഒരു അനുനയത്തിന് തയ്യാറാവുന്നില്ല എന്നാണെങ്കിൽ എലത്തൂരിൽ AK ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കൂടി രംഗത്തുണ്ടാവും എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. നമ്മൾ പല ജില്ലകളിൽ നിന്നും കാണുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് കരണം മറിഞ്ഞ് മറുപക്ഷത്ത് എത്തുന്ന, കണ്ടം മാറിയൊക്കെ എത്തുന്ന ആളുകളുടെ കഥകൾ. അത്തരത്തിലൊരു കാലുമാറ്റം എലത്തൂരിൽ നടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഇതോടൊപ്പം തന്നെയാണ് തിരുവമ്പാടി സീറ്റ്. ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയപ്പോൾ മുതൽ ചർച്ചാ വിഷയമായ സീറ്റായിരുന്നു തിരുവമ്പാടി. അത് മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി മത്സരിച്ച് പരാജയപ്പെടുന്ന സീറ്റാണ്. പക്ഷേ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സീറ്റിൽ വിജയിക്കാം എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പക്ഷേ ചർച്ചകൾക്കും അനുനയങ്ങൾക്കും ഒന്നും ലീഗ് വഴങ്ങാൻ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ അവരുടെ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. തിരുവമ്പാടി സീറ്റ് അത് കോൺഗ്രസിന് വിട്ടു നൽകാനായി ലീഗ് തയ്യാറായിരിക്കുന്നു. ഇന്നലെ നടന്ന ചർച്ചകളിലാണ് തീരുമാനമുണ്ടായത്. ഇതേ തുടർന്നാണ് VS ജോയി എന്ന മലപ്പുറത്തിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ജോയിക്ക് സീറ്റ് നൽകാം എന്നൊരു ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. മലപ്പുറത്തെ സീറ്റുകളിൽ പലയിടത്തും മത്സരിക്കാൻ ഒരു സാഹചര്യം തെളിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മലപ്പുറവുമായി അതിർത്തി പങ്കിടുന്ന തിരുവമ്പാടി ഒക്കെ വരുന്ന മേഖലയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ലീഗ് പ്രവർത്തകർക്ക്, അണികൾക്കൊക്കെ സ്വീകാര്യനായ, നേതാക്കൾക്കടക്കം സ്വീകാര്യനായ ഒരാളാണ് മലപ്പുറത്ത് ലീഗിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു DCC അധ്യക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം എത്തുമ്പോൾ ലീഗിനും കോൺഗ്രസിനും അത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF നേതൃത്വത്തിനുള്ളത്. ഒപ്പം പ്രാദേശിക തലത്തിൽ ലീഗ് നേതാക്കളെ മത്സരിപ്പിക്കാനൊക്കെ അവസാനവട്ട തീരുമാനം വന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ലീഗിന്റെ പ്രാദേശിക തലത്തിൽ മുറുകി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഏത് പക്ഷത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും മറുപക്ഷം കാലുവാരും
വരും എന്ന ആശങ്ക തീർച്ചയായും അതാണ് എം കെ മുനീർ ഉണ്ടാവുകയും കോഴിക്കോട് ചെയ്യുന്നു. സൗത്തിൽ ഉണ്ടാകും. തിരുവമ്പാടി VS ജോയി ഉറപ്പിച്ച പശ്ചാത്തലമുണ്ട്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൊടുവള്ളിയിൽ മത്സരിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ വടക്കൻ കേരളത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സീറ്റുകൾ ഉറപ്പിക്കുക എന്നതിനപ്പുറം യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് പല മേഖലകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.